ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു മീൻ വിഭവമായിട്ടാണ് കേട്ടോ. ഇന്ന് ചെയ്യാൻ പോകുന്നത് അവoli പൊള്ളിച്ചതാണ്. വാഴയിലയിൽ നല്ല ഭംഗിയായിട്ട് പൊള്ളിച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് മസ്റ്റായിട്ടും എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്, ലൈക്ക് ഷെയർ സബ് മറക്കരുത്. നമുക്കിത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവoli ഞാനിവിടെ നല്ല വൃത്തിയായി കഴുകി ചെറുനാരങ്ങ ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് നല്ലപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വറുക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മസാല പുരട്ടേണ്ടതുണ്ട്. അതിന് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റാക്കി ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്താണ് ഞാനിത് പേസ്റ്റാക്കാൻ പോകുന്നത്. ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചതച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലപോലെ കുഴച്ച ശേഷം ഒരു ഇത്തിരി ഓയിലും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം. ഇതാ ഞാനിപ്പോൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ ആക്കി നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്താ നന്നാക്കി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ വരഞ്ഞ ഭാഗത്തും ഒക്കെ നല്ലപോലെ മീനിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മീനിൻ്റെ ഉള്ളിലേക്കെല്ലാം ആ മസാല ഇറങ്ങി നല്ല രുചിയായിട്ട് കിട്ടും. അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫ്രീസറിലേക്ക് ഒരു 1/2 hour വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഈ മസാല മീനിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇതാ ഞാൻ മീനിലേക്ക് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുകയാണ്. കണ്ടോ, ആ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ല പോലെ മസാല കയറത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിച്ചെടുക്കാം. ആ മീനിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് മസാല നല്ലപോലെ തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻ ഇവിടെ പുരട്ടി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് തക്കാളി വേണം, ചെറിയ ഉള്ളി അരിഞ്ഞത് വേണം, അതുപോലെ കറിവേപ്പില, പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി, നമ്മൾ സാധാരണ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഞാനിവിടെ നല്ല കട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് മീനിട്ട് ഒന്ന് ചെറുതായി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ചെറുതായിട്ടൊന്ന് ചൂടായി ആ മണം മുഴുവൻ ആ എണ്ണയിലേക്ക് പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ അവoli മീൻ എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ മീൻ ഇഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതൊന്ന് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ മൊരിച്ചെടുക്കൊന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ ആയാൽ മതി കേട്ടോ. 2 സൈഡ് നമുക്ക് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഞാൻ മറിച്ചിടുകയാണ്. ഇതാ ഒന്ന് മറിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഗ്രേവി ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ച് ആ മീൻ വറുത്ത എണ്ണ അതിലേക്ക് ഒഴിച്ചു. കൂടാതെ കുറച്ച് വെളിച്ചെണ്ണ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി പേസ്റ്റ് അല്ല, ചതച്ച് വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ ഇത് ഇളക്കി റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അത് നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആവാൻ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്.
സവോള ചേർത്താൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയ ഉള്ളി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതാ നല്ലപോലെ ഞാൻ ഇളക്കി അത് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ നല്ലപോലെ ഇളക്കി നല്ലപോലെ റോസ്റ്റായിട്ട് വരട്ടെ. നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് ആ ഒരു എന്താ പറയുക, ആ ചെറിയ ഉള്ളിയുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ നല്ലപോലെ പോയിട്ട് നല്ലോണം റോസ്റ്റ് ആവണ വരെ നമുക്ക് ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ മീൻ വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ചേർത്ത് നല്ലപോലെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പൊള്ളിച്ച മീനിലേക്കുള്ള ഗ്രേവി ചെറുതായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇത്തിരി കൂടി എരിവ് കുറച്ച് വേണം തോന്നിയതുകൊണ്ടാണ് ഞാനൊരു ഇത്തിരി കൂടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ നല്ലപോലെ കുഴഞ്ഞിങ്ങനെ ഗ്രേവി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ കട്ടി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പൊള്ളിച്ച മീനിന് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ടിപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഗ്രേവിക്ക്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. മല്ലിയില അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അത് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവി നല്ലപോലെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് തീ പതുക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ഗ്രേവി നല്ലൊരു എന്താ പറയുക, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഈ ഗ്രേവിയിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാൻ വാഴല ഓൾറെഡി വാട്ടി വെച്ചിട്ടുണ്ട്. തീൻ്റെ മുകളിൽ കാണിച്ച് ചെറുതായിട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഗ്രേവി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഗ്രേവി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് അതിലേക്കൊരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ ഒരു ചെറിയ പീസ് തക്കാളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേവി ചേർത്ത് മീനിൻ്റെ മുകളിലേക്കും കൂടി ബാക്കിയുള്ള ഗ്രേവി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാ മുകളിലേക്ക് ബാക്കിയുള്ള ഗ്രേവി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ആ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും കറിവേപ്പിലയും അതുപോലെ ഒരു തക്കാളിയും കൂടി വെച്ച് വാഴല നല്ല രീതിയിൽ പൊതിഞ്ഞ് കെട്ടാനാണ് പോകുന്നത്. കണ്ട ഫിഷിനെ നമ്മൾ ആ ഗ്രേവിയിൽ മൂടിയെടുത്തു. ഇനി നമുക്ക് ആ ഒരു കറിവേപ്പില തണ്ടും കൂടി വെച്ച് ഒരു കുഞ്ഞ് തക്കാളിയുടെ ചെറിയൊരു പീസും കൂടി വെച്ച് നമുക്ക് ഇത് വാഴല പൊതിഞ്ഞ് നല്ല രീതിയിൽ കെട്ടിയെടുക്കാം. വാഴയുടെ നാര് കൊണ്ട് തന്നെയാണ് ഞാനത് കെട്ടാനും പോകുന്നത് കേട്ടോ. നല്ല പോലെ മടക്കി നമുക്കത് കെട്ടിയെടുക്കാം. വാട്ടിയ ഇല ആയതുകൊണ്ട് തന്നെ മടക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആ മീനിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കത് മടക്കി നല്ല രീതിയിൽ കെട്ടിയെടുക്കാം. ഇതാ ഞാനിപ്പോൾ അത് കെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ മീൻ വറുത്ത പാൻ തന്നെയാണ്. അതിൽ കുറച്ച് എണ്ണയുണ്ട് ഓൾറെഡി. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ വാഴയില പൊതിഞ്ഞ മീനെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവാൻ വേണ്ടി വെക്കാം കേട്ടോ. വാഴയിലയുടെ ഒരു സൈഡ് നല്ല പോലെ പൊതിഞ്ഞ് ഞാൻ അപ്പുറത്തെ സൈഡും കൂടി തിരിച്ചിട്ട്
നല്ലപോലെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആവോലി പൊള്ളിച്ചത് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ നൂലപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഞാനിവിടെ നൂലപ്പമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ മീൻ പൊള്ളിച്ചതൊന്ന് തുറന്ന് നോക്കാം. നല്ല രസമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, അവിടെ മീൻ പൊള്ളിച്ചത് നല്ല അസലായിട്ട് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രേവിയും മീനൊക്കെ കൂടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നൂലപ്പം കൂടി എടുത്ത് ആ ഗ്രേവിയും ആ മീനൊക്കെ കൂടി ചേർത്ത് കഴിച്ച് നോക്കിയാണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. കണ്ടോ, ഗ്രേവിയും നമുക്കൊരു ചെറിയൊരു പീസ് മീനും കൂടി ചേർത്തെടുക്കാം. കണ്ടോ, ഫിഷൊക്കെ നല്ലപോലെ വെന്ത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ലൈക്ക്, ഷെയർ, സബ് മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ക്ഷമയോടെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സ്റ്റേ സേഫ് ആൻഡ് ബൈ.